എന്തായാലും ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് വന്നത്. ഞങ്ങളുടെ പ്രതീക്ഷകളെല്ലാം തെറ്റിപ്പോയി, കണക്കുകൂട്ടലും എല്ലാം തെറ്റിപ്പോയി. അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും പരസ്പരം ചോദിക്കുന്നത്. എല്ലാവരും വിമർശനത്തിന് വിധേയരാണ്. അതിന് മുകളിൽ പാർട്ടിയുടെ മുകളിലാകില്ല, പാർട്ടിയാണ് എല്ലാം. അവിടെ നടന്നത് എന്താണെന്ന് കോൺഗ്രസ്സുകാർ പറഞ്ഞല്ലോ. ഞങ്ങളുടെ 86,000 വോട്ട് BJPക്ക് പോയി. അതാണ് ഈ തൃശ്ശൂർ DCCയിൽ അടിയാതാണ്. അത് സാധാരണ കോൺഗ്രസ്സുകാർ നോക്കുമ്പോൾ മറ്റു പാർട്ടിക്കാരെ പോലെ അടിയപ്പ നടത്തുന്നത്. അപ്പോൾ ഗ്രൂപ്പാകും. അത് ഒരു അപമാനകരമായ സംഭവമാണ്. അത് അദ്ദേഹത്തിൻ്റെ ശൈലി. അതിനിപ്പോൾ നമ്മൾ വെറുതെ ചാനൽ ചർച്ച കൊണ്ടൊന്നും അദ്ദേഹത്തിൻ്റെ ശൈലി മാറ്റാൻ നടക്കുന്ന കാര്യമില്ല. ഇതാണ് നമ്മുടെ പിണറായി വിജയൻ. അദ്ദേഹത്തെ പഠിച്ചിട്ടുള്ള ആളെയൊക്കെ അറിയാം. ഇതാണ് പിണറായി. സർവ പരാജയത്തിൻ്റെയും എല്ലാ കെടുതികളുടെയും എല്ലാറ്റിൻ്റെയും ഏക ഉത്തരവാദി പിണറായി വിജയൻ എന്ന് പറയുന്നത് അതൊരു വഴിതെറ്റിയ വിമർശനമാണ്. അങ്ങനെ പാടില്ലല്ലോ. യോഗി ആദിത്യനാഥിൻ്റെ UP ഗവൺമെൻറ്റുകൾ മെച്ചമല്ലേ പിണറായി വിജയൻ്റെ ഗവൺമെൻറ്? അത് കാണാതെ പറഞ്ഞിട്ട് എന്താ കാര്യം? നരേന്ദ്രമോദിക്ക് ഇനി പാർലമെന്റിൽ നിന്ന് വിട്ടുവയ്ക്കാൻ പറ്റില്ല. അത്ര ശക്തമായ പ്രതിപക്ഷമാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ജനാധിപത്യത്തിന് ഒരു സർവനാശത്തിലേക്ക് പോകാൻ ജനങ്ങൾ അനുവദിക്കില്ല. ഇന്ത്യയിലെ ജനങ്ങൾ നരേന്ദ്രമോദിയുടെ മുകളിലാണ്. ഇന്ത്യയിലെ ജനങ്ങളുടെ ജനാധിപത്യ അവകാശം നല്ല ബോധമുള്ളവരാണ്. എന്ത് തോന്നുന്നു ഈ ഒരു തിരഞ്ഞെടുപ്പിന്റെ ഈ അനലൈസിനെ കുറിച്ച്? എന്താണ് പ്രതികരണം? വളരെ അപ്രതീക്ഷിതമായി ഉണ്ടായ സംഭവമാണ്. രാഷ്ട്രീയ രംഗത്ത് ഒരു വലിയ തിരിച്ചടിയാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ നേരിടേണ്ടി വന്നത്. പക്ഷെ അതിന് മുൻകരുതൽ നടപടികൾ എടുക്കുന്നതിലുള്ള വീഴ്ചയാണ് വന്നതെന്നാണ് എൻ്റെ അഭിപ്രായം. പ്രീ പോൾ പ്രിപ്പറേഷൻസ് ഗൗരവമായി ഇടതുപക്ഷ പ്രസ്ഥാനം നടത്തിയില്ല. എടുത്തത് ശരിയായില്ല. അല്ല, ഇടതുപക്ഷ പ്രസ്ഥാനം നടത്തിയില്ല, പ്രീ പോൾ പ്രിപ്പറേഷൻ നടത്തിയില്ല. മണ്ഡലങ്ങളെ അസസ് ചെയ്യാനും കാൻഡിഡേറ്റിനെ ഫിറ്റായിട്ടുള്ള കാൻഡിഡേറ്റിനെ നടത്താനും LDFനുള്ള ഇടതുപക്ഷത്തിനുള്ള വോട്ട് ബാങ്കുകൾ സേഫായി ആ വോട്ടേഴ്സിനെ ബൂത്തിലെത്തിക്കാനുള്ള മിഷനറി പലയിടത്തും ദുർബലമായിരുന്നു. അതൊരു ആദ്യത്തെ സംഭവമാണ്. അങ്ങനെ ഒരു വിലയിരുത്തൽ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. കാരണം ഒരു കേന്ദ്ര സംവിധാനമുള്ള പാർട്ടി സംവിധാനത്തിൽ ഇങ്ങനെ ഒരു വീഴ്ച ഉണ്ടായി എന്ന് പറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ പാർട്ടിയുടെ തലത്തിലൊക്കെ? അല്ലെങ്കിൽ അങ്ങനെ ഒരു വിലയിരുത്തൽ? അല്ല, അങ്ങനെ ഒരു വിലയിരുത്തലിലേക്കാണ് പോകാൻ പോകുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വലിയ തകർച്ച, പ്രത്യേകിച്ച് മലബാർ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ പുന്നാപുരം കോട്ടയാണ്. തലശ്ശേരി, കണ്ണൂർ, മലബാർ, കോഴിക്കോട് മുതൽ അവിടെ എല്ലാം വലിയ വോട്ട് ചോർച്ച ഉണ്ടായി. ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ഉണ്ടായത് എന്തുകൊണ്ടാണെന്നുള്ള പ്രശ്നമാണ് ഇപ്പം പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. പോളിറ്റ് ബ്യൂറോയും ഞങ്ങളുടെ കേന്ദ്ര കമ്മിറ്റി എല്ലാം പരിശോധിക്കുന്നത് തന്നെയാണ്. അപ്പം ആ പരിശോധന നടക്കുമ്പോൾ തന്നെ വരുന്ന ആദ്യത്തെ കാര്യം, ഇപ്പോൾ ഞാൻ ഇന്ന് വാർത്ത കേട്ടു, CPMൻ്റെ പോളിറ്റ് ബ്യൂറോയിലെ അംഗങ്ങൾ കേരളത്തിലെ സഖാക്കളോട് ചോദിച്ചു, നിങ്ങൾ ഇതൊന്നും അറിഞ്ഞില്ലേ? വോട്ട് ചോർന്നു പോകുമെന്ന് അറിയില്ലേ? നിങ്ങൾക്ക് ജനങ്ങളുടെ പൾസ് എന്താണെന്ന് അറിയില്ലേ? എന്നുള്ള ചോദ്യങ്ങളാണ് ഉയർന്നിരിക്കുന്നത്. വളരെ ഗൗരവമുള്ള ചോദ്യങ്ങളാണ്. കമ്മ്യൂണിസ്റ്റുകാർ പണ്ടും ജനങ്ങളുടെ പൾസ് ആദ്യം മനസ്സിലാക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ്. പക്ഷെ ഇത്തവണ അങ്ങനെ ഉള്ള ഒരു പൾസ് നോക്കി അതിനെന്താണ് വഴി എന്നുള്ളത് ആലോചിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു സമഗ്രമായ അന്വേഷണം, പരിശോധന എല്ലാ
തലങ്ങളിലും ഉണ്ടാവണം. സംസ്ഥാന നിലവാരത്തിലും ജില്ലാ നിലവാരത്തിലും എൻ്റെ താഴോട്ടൊക്കെ ഉണ്ടാവണം. എന്തായാലും ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് വന്നത്. ഞങ്ങളുടെ പ്രതീക്ഷകളെല്ലാം തെറ്റിപ്പോയി, കണക്കുകൂട്ടലും എല്ലാം തെറ്റിപ്പോയി. അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും പരസ്പരം ചോദിക്കുന്നത്. അതിൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ പ്രീ പോൾ പ്രിപ്പറേഷൻസിൽ ജാഗ്രത കാട്ടിയില്ല എന്നതിൻ്റെ ഫലമായിട്ടാണ് അതുണ്ടായത്. തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരുക്കങ്ങളിൽ ജാഗ്രത കാട്ടിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ജില്ലാ CPI തന്നെ ജില്ലാ എക്സിക്യൂട്ടീവിന്റെ വിലയിരുത്തൽ പക്ഷെ മുഖ്യമന്ത്രിക്കെതിരാണല്ലോ. അല്ല, അത് ജില്ലാ എക്സിക്യൂട്ടീവിന്റെ അവരുടെ ഒരു പ്രാദേശികമായ ഒരു അനുഭവങ്ങളൊക്കെ വെച്ച് പറയുന്നത്. അതൊന്നും ആത്യന്തികമായി അങ്ങനെ ഒരു അഭിപ്രായമൊന്നും ഇല്ല. ആത്യന്തികമായിട്ട് അങ്ങനെ ഒരു അഭിപ്രായത്തിലെത്തണമെങ്കിൽ സ്റ്റേറ്റ് നിലവാരത്തിലേക്കുള്ള ചർച്ചകൾക്ക്, തീരുമാനങ്ങൾക്ക് ഉള്ളൂ. ഇതൊരു പ്രാദേശികമായ ഘടകങ്ങൾ അവർക്ക് തോന്നിയ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ടെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അവരുടെ എണ്ണം കൂടുന്നല്ലോ. ഒന്നിലേറെ ജില്ലാ എക്സിക്യൂട്ടീവുകളിൽ ഇതുപോലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. തുറന്നു പറഞ്ഞത് തിരുവനന്തപുരം മാത്രമാണെങ്കിലും ബാക്കി പലയിടത്തും അങ്ങനത്തെ ചില ചർച്ചകൾ ഉയരുന്നുണ്ടെന്നാണല്ലോ കേൾക്കുന്നത്. ചർച്ചകളൊക്കെ വരട്ടെ. ചർച്ചകൾ വരുന്നത് ഞങ്ങൾക്ക് ഭയമൊന്നുമില്ല. ചർച്ചകളുടെ പാർട്ടി പ്രവർത്തകർ അവരുടെ അനുഭവങ്ങൾ വെച്ച് അവർ ധീരമായിട്ട് കമ്മിറ്റികളിലൊക്കെ പറയണം. കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെ ആരെയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കമ്മിറ്റി പറയേണ്ട കാര്യങ്ങളൊക്കെ കമ്മിറ്റിയിലൊക്കെ പറയാം, ചർച്ചകൾ ചെയ്യാം, വിമർശനം ഉണ്ടാവാം, കറക്റ്റ് ചെയ്യേണ്ടതാണെങ്കിൽ കറക്റ്റ് ചെയ്യണം. അത് ടോപ്പ് ടു ബോട്ടം അത് ചെയ്യണം. തീർച്ചയായും ജനാധിപത്യത്തിന്റെ കരുത്തെന്ന് പറയുന്നത് അത് തന്നെയാണ്. ടോപ്പ് ടു ബോട്ടം അത് ചെയ്യണം. എല്ലാവരും വിമർശനത്തിന് വിധേയരാണ്. അതിന് മുകളിൽ പാർട്ടിയുടെ മുകളിലാകില്ല. പാർട്ടിയാണ് എല്ലാം. ആ നിലയിൽ വരുമ്പോൾ പാർട്ടി സഖാക്കൾക്ക് അവരുടെ ഫണ്ടമെന്റൽ റൈറ്റ് ഉണ്ട്, അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള വേദികളിൽ അവർ പറയുന്നു. അത് വലിയ പുതിയ കാര്യമൊന്നുമല്ല, നേരത്തെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വിമർശനങ്ങളുടെ മുഖ്യമന്ത്രി അത്രമാത്രം സൗഹൃദപരമായിട്ടല്ലല്ലോ പ്രതികരിക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ ശൈലി. അതിനിപ്പോ നമ്മൾ വെറുതെ ചാനൽ ചർച്ച കൊണ്ടൊന്നും അദ്ദേഹത്തിന്റെ ശൈലി മാറ്റാൻ നടക്കുന്ന കാര്യമില്ല. ഇതാണ് നമ്മുടെ പിണറായി വിജയൻ. അദ്ദേഹത്തെ പഠിച്ചിട്ടുള്ള ആളെയൊക്കെ അറിയാം. ഇതാണ് പിണറായി. അല്ലാത്ത വേറെ ഇനിയിപ്പോൾ മാറ്റങ്ങൾ വരുത്താനൊന്നും ആരും വിചാരിച്ചാൽ നടക്കില്ല. അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവ ശൈലി അനുസരിച്ച് അഭിപ്രായങ്ങൾ പറയുന്നുള്ളതല്ലാതെ. പക്ഷെ അവിടെ ഒരു വല്ലാത്തൊരു അഭിപ്രായ പ്രകടനങ്ങൾ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അത് ശരിയല്ല എന്നുള്ള അഭിപ്രായം. കാരണം ഈ സർവ പരാജയത്തിൻ്റെയും എല്ലാ കെടുതികളുടെയും എല്ലാറ്റിൻ്റെയും ഏക ഉത്തരവാദി പിണറായി വിജയൻ എന്ന് പറയുന്നത് അതൊരു വഴിതെറ്റിയ വിമർശനമാണ്. അങ്ങനെ പാടില്ലല്ലോ. കൂട്ടായ ഉത്തരവാദിത്വം എല്ലാവർക്കും ഉണ്ടല്ലോ. പിണറായി വിജയൻ എല്ലാവരും കൂടി കടിച്ചു കയറി കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ അവസ്ഥ എന്താ? ഇതെല്ലാമാണ് ഈ പരാജയം ഉണ്ടായെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും മെച്ചപ്പെട്ട സംസ്ഥാന ഗവൺമെൻറ്റിലൊന്ന് ഈ ഗവൺമെൻറ്റാണ്. ആരോഗ്യ സംരക്ഷണത്തിലായാലും വിദ്യാഭ്യാസ രംഗത്തായാലും മറ്റു ഭരണപരമായ എല്ലാം യോഗി ആദിത്യനാഥിൻ്റെ UP ഗവൺമെൻറ്റിനേക്കാൾ മെച്ചമല്ലേ പിണറായി വിജയൻ്റെ ഗവൺമെൻറ്? അത് കാണാതെ പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പം അതുകൊണ്ട് പിണറായി വിജയനാണ് ഇതിൻ്റെ എല്ലാം കുഴപ്പമെന്നുള്ള അഭിപ്രായം എനിക്കില്ല. അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവശൈലി എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയേണ്ടത് മുഖത്തടിച്ച് പറയും, ആരെയും ഒന്നും നോക്കില്ല. അത് അദ്ദേഹം പണ്ടേ ഉള്ളതാണ്, ഇപ്പം പുതിയതായിട്ടുള്ളതല്ല. അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തുന്നു എന്ന് സൂചിപ്പിച്ചു. അതെ, അങ്ങനെ ചെയ്യാനുള്ള കാരണം എന്തെങ്കിലും മെച്ചം വന്നു കഴിഞ്ഞാൽ ആ ക്രെഡിറ്റ് മുഴുവൻ പിണറായി വിജയനാണ് നൽകുന്നത്. അപ്പോൾ എന്തെങ്കിലും ദോഷം വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ഏറ്റെടുക്കേണ്ടതല്ലേ? അല്ല, എന്തെങ്കിലും ഒരു മെച്ചം വന്നാൽ എല്ലാം പിണറായി വിജയനാണ്. അദ്ദേഹത്തിന്റെ അദ്ദേഹം ഇതിന് പറഞ്ഞിട്ടില്ല. അനുയായികൾ പറഞ്ഞോളൂ. അതെ, നെറേറ്റീവ് അതാ. അത് അദ്ദേഹത്തിന് യാതൊരു ഉത്തരവാദിത്വം ഇല്ല. അദ്ദേഹം എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടെങ്കിൽ അത് ഞാൻ നടത്തുകയാണെന്ന് അദ്ദേഹം അടുത്ത് പറഞ്ഞായിട്ട് എനിക്കറിയില്ല. ഞാൻ അദ്ദേഹമായിട്ട് ഒരുപാട് അദ്ദേഹം നിഷേധിച്ചിട്ടില്ല, അടുപ്പമുള്ള ഒരാളാണ്. നിഷേധിക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പൊ അണികൾ പറയുമ്പോ അങ്ങനെയല്ല, എല്ലാവർക്കും കൂട്ടുത്തരവാദിത്വമാണ്, എല്ലാവർക്കും ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. അതെ, അതാണ് പിണറായി വിജയൻ. ഇപ്പോ
ഇടതുപക്ഷത്തിൻ്റെതായാലും വലിയ വിമർശനങ്ങളെല്ലാം വരുന്നത് കേന്ദ്രത്തിൽ മോദിക്കെതിരെയാണ്. അല്ലാതെ ആ പാർട്ടിക്കെതിരെയോ അല്ല മറ്റു നേതാക്കളോ മോദിയെ സെന്റർ ചെയ്തുകൊണ്ടാണ് പറയുന്നത് എന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു വിമർശനമല്ലേ വരുന്നത്. അതിനോട് ഇങ്ങനെ അല്പം ഒരു സഹിഷ്ണുത കാട്ടേണ്ടതല്ലേ? പ്രത്യേകിച്ച് സമൂഹത്തിൽ ബഹുമാനിക്കപ്പെടുന്ന പലരെയും പബ്ലിക് ആയുള്ള ഒരു അപഹസിക്കുക എന്ന് പറയുന്നത് മുഖ്യമന്ത്രിക്ക് ചേർന്നാണോ? അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അഭിപ്രായങ്ങൾ പറയുമ്പോൾ അതിനകത്ത് കുറച്ച് റഫായിട്ട് അദ്ദേഹം പറയുന്നുള്ളതല്ലാതെ അദ്ദേഹം അങ്ങനെ ആരെയും അവമാനിക്കാനായിട്ടുള്ള എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. അദ്ദേഹം ആവശ്യമില്ലാതെ ആളുകളെ ബഹുമാനിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് അതിലൊന്നും ഒരു കാര്യമില്ല. പിന്നെ ഈ നരേന്ദ്രമോദിയെ നിങ്ങൾ സൈറ്റ് ചെയ്ത് നന്നായിപ്പോയി. ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ നടന്നത് നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ 10 കൊല്ലത്തെ ഭരണത്തെ വിലയിരുത്തലാണ്. അല്ലാതെ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് വിലയിരുത്താൻ ഇനി തിരഞ്ഞെടുപ്പ് വരുന്നേ ഉള്ളൂ. കേരള നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വരുന്നുള്ള അവിടെയാണ് പിണറായി വിജയൻ്റെ പ്രോഗ്രസ് കാർഡ് അവസാനമായി ജനങ്ങൾ ഒപ്പിടാൻ പോകുന്നത്. ഇത് 10 കൊല്ലമായിട്ട് രാജ്യത്ത് നടന്ന കലാപങ്ങളും രാജ്യത്ത് നടന്ന മതപീഡനങ്ങളും മതന്യൂനപക്ഷങ്ങളെ ഭീഷണിപ്പെടുത്തിയത് പൗരത്വ ഭേദഗതി നിയമം എന്നുള്ള പേരിൽ ഒരു പ്രത്യേക വിഭാഗത്തെ ഒറ്റപ്പെടുത്താനും അതുപോലെ ഉള്ള നിരവധി നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്തെ ബാധിക്കുന്ന ജനാധിപത്യത്തെ ബാധിക്കുന്ന പാർലമെൻറ്റിൽ പോകാത്ത ഒരു മോഡിയായിരുന്നു നരേന്ദ്രമോദി. കഴിഞ്ഞ പാർലമെന്റ് സെഷന്റെ കംപ്ലീറ്റ് അറ്റൻഡൻസ് എടുത്താൽ അപൂർവം കുറേ ദിവസങ്ങളിൽ മാത്രമാണ് അദ്ദേഹം പാർലമെന്റിൽ പോയിട്ടുള്ളൂ. പോകില്ല അദ്ദേഹം. ഏതായാലും ഇന്നലെ പുതിയ മന്ത്രിസഭ അധികാരമേറ്റു. മോദി തന്നെ തിരികെത്തി. കേരളത്തിന് 2 മന്ത്രിമാരെയും കിട്ടി. എന്ത് പറയുന്നു? അങ്ങനെ ഒരു സമീപനത്തോട് താങ്കൾക്കുള്ളൊരു പ്രതികരണം എന്താണ്? കേന്ദ്രത്തിൽ 2 പേരുടെ പ്രാതിനിധ്യം ലഭിച്ചു. എനിക്ക് വലിയ സന്തോഷമാണ് 2 പേരുടെ പ്രാതിനിധ്യം കിട്ടിയത്. കഴിഞ്ഞവിടെ 2 പേരുണ്ടായിരുന്നു. കഴിഞ്ഞവിടെ 2 പേരുണ്ട്, ഇത്തവണ 2 പേരുണ്ട്. BJP കഴിഞ്ഞവണ ജയിച്ചു, ഇത്തവണയും ജയിച്ചു. പക്ഷെ BJPക്ക് പഴയതുപോലെ പാർലമെന്റിൽ പോകാതിരിക്കാൻ പറ്റില്ല. നരേന്ദ്രമോദിക്ക് ഇനി പാർലമെന്റിൽ വിട്ടുവെക്കാൻ പറ്റില്ല. അത്ര ശക്തമായ പ്രതിപക്ഷമാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ജനാധിപത്യത്തിന് ഒരു സർവനാശത്തിലേക്ക് പോകാൻ ജനങ്ങൾ അനുവദിക്കില്ല. ഇന്ത്യയിലെ ജനങ്ങൾ നരേന്ദ്രമോദിയുടെ മുകളിലാണ്. ഇന്ത്യയിലെ ജനങ്ങളുടെ ജനാധിപത്യ അവകാശം നല്ല ബോധമുള്ളവരാണ്. അവർക്ക് സൗജന്യ റേഷൻ കൊടുത്തും കിസാൻ സമ്മാനം കൊടുത്തും ഗ്യാസ് കണക്ഷൻ കൊടുത്തുമൊന്നും അവർ വോട്ട് കിട്ടില്ല. കിട്ടുമെങ്കിൽ പിന്നെ UP-യിലെ പാതിയിലേറെ സീറ്റ് തോറ്റു. കൈസാബാദിൽ അദ്ദേഹത്തിൻ്റെ വലിയ നേട്ടം എന്താണ്? രാമക്ഷേത്രമാണ്. രാമക്ഷേത്രം നിൽക്കുന്ന മണ്ഡലം പോയല്ലോ. ഒരാളിലാണല്ലോ അവിടെ ജയിച്ചത്. നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം അവിടെ പോയി. 4.25 ലക്ഷത്തിൽ നിന്ന് 1.5 ലക്ഷത്തിലേക്ക് വന്നില്ലേ? നേരെ മറിച്ച് മറ്റു പല പ്രതിപക്ഷ നേതാക്കന്മാരുടെ വോട്ട് ശതമാനം ഗണ്യമായി കൂടി. അപ്പം അതുകൊണ്ട് ഗുരുതരമായ ഒരവസ്ഥയിലേക്ക് ഇന്ത്യ പോകാൻ പോവുകയാണ്. അതായത് നരേന്ദ്രമോദി കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ ഒരു സ്വേച്ഛാധിപത്യപരമായ ജനാധിപത്യ വിരുദ്ധമായ സമീപനങ്ങളെ മുട്ടിന് ചെറുക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രതിപക്ഷം പാർലമെന്റിലുണ്ട്. അപ്പോൾ അതിനൊരു സമാനമായ വിധിയാണോ ഇടതുപക്ഷത്തിന് കേരളത്തിൽ നേരിടേണ്ടി വന്നത്? ഒരു സീറ്റിൽ മാത്രമാണല്ലോ CPI-യുടെ സ്ഥാനാർത്ഥികൾ എല്ലായിടത്തും തോറ്റു. അല്ല, ഞങ്ങളുടെ 4 സ്ഥാനാർത്ഥികളും തോറ്റു. അപ്പോൾ ഈ ഞങ്ങൾക്കൊന്നും ഇല്ലായിരുന്നു, അതെ ഒന്നുമില്ലായിരുന്നു. പുതിയ ഇതല്ല, CPM-നും പുതിയതല്ല. കഴിഞ്ഞ ഒന്നുണ്ട്, തവണ ഒന്നുണ്ട്. ഇപ്പൊ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളതല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ വിധിയിൽ കൂടുതലായി പറയാനോ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കാനോ ഈ വിധി ഇതൊക്കെ വരും. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആളിന് ജയിക്കും, ഉറപ്പിച്ച് തോക്കും, ആളിന് വോട്ട് ചെയ്യും, ചിലരെ ജയിപ്പിക്കും, ചിലരെ തോൽപ്പിക്കും. ഇതൊക്കെ ജനാധിപത്യത്തിൻ്റെ ഒരു പ്രക്രിയയാണ്. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കുള്ളതാണ്. അല്ല, നേതാക്കന്മാർ പറയുന്നിടത്തൊന്നും ജനങ്ങൾ നിൽക്കില്ല. അവരിങ്ങോട്ട് വരും, അവരുടെ വോട്ട് ആർക്കാണെന്നുള്ള അവർ തീരുമാനിക്കും, അവർ ചെയ്യും, നിശബ്ദമായിട്ട് അവർ പോകും. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വലിയ പ്രത്യേകത ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഇത്രയും സംഘർഷം നിറഞ്ഞ ഒരു കാലാവസ്ഥയിൽ പോലും വോട്ടർമാർ നിശബ്ദരായി വന്ന് ഒരു വയലൻസ് ഉണ്ടാക്കാതെ
ആ ഒരു പോളിംഗ് ബൂത്തിൽ വന്നിട്ട് പോയി. പണ്ടൊക്കെ ബീഹാറിൽ ബൂത്ത് എടുത്തോണ്ട് ബാലറ്റ് പെട്ടി എടുത്തോണ്ട് പോയി വെടിവെപ്പ് നടക്കുന്നത്. ആ ബീഹാറിലെ ഒരു പൊതു ക്രമസമാധാനത്തിന്റെ മേന്മയായിട്ട് പറഞ്ഞു. അതല്ല, ക്രമസമാധാനത്തിന്റെ അല്ല, ജനങ്ങളുടെ വളർച്ചയാണത്. ജനാധിപത്യത്തോടുള്ള ജനങ്ങളുടെ വളർച്ചയാണ്. എങ്ങനെ വോട്ട് ചെയ്യണം, ആർക്ക് വോട്ട് ചെയ്യണമെന്നെല്ലാം ഇപ്പൊ ജനങ്ങൾക്ക് നേരത്തെ തീരുമാനിച്ചു കഴിഞ്ഞു. നേരത്തെ തീരുമാനിച്ചവര് അവർക്ക് വളരെ ജനാധിപത്യ ബോധം വളർന്നു. വളരെ വളരെ കൂടുതലാണ്. ഞാൻ പക്ഷെ തൃശ്ശൂര് UDFന്റെ ഇത് കണ്ടില്ലേ, ജില്ലാ ജനാധിപത്യം ബോധം വളർന്നു എന്ന് പറയുമ്പോൾ തോൽവിക്ക് ശേഷം KPCCയുടെ അല്ല ജില്ലാ DCC ഓഫീസിലുണ്ടായ കലാപം അങ്ങ് ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ ഇത് തൃശ്ശൂരെ തോൽവി വലിയൊരു ആഘാതമായിട്ട് UDFനും LDFനും നേരിടുന്നില്ലേ? അല്ലാതെ വലിയൊരു ആഘാതമായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല. തൃശ്ശൂര് LDF പിടിക്കേണ്ട മാക്സിമം വോട്ട് പിടിച്ചു. ഞങ്ങളുടെ സ്ഥാനാർത്ഥിയാണ് സുനിൽകുമാർ, ശക്തനായ സ്ഥാനാർത്ഥിയായിരുന്നു. അവസാന നിമിഷം വരെയും അയാൾ വർപ്പിച്ചുകൊണ്ടിരുന്ന UDFന്. BJPക്കും അതുപോലെ അവിടെ നടന്നത് എന്താണെന്ന് കോൺഗ്രസ്സുകാർ പറഞ്ഞല്ലോ. ഞങ്ങളുടെ 86,000 വോട്ട് BJPക്ക് പോയി. അതാണ് ഈ തൃശ്ശൂർ DCC അടിയാതാണ്. അത് സാധാരണ കോൺഗ്രസ്സുകാർ നോക്കുമ്പോൾ മറ്റു പാർട്ടിക്കാരെ പോലെ അടിയപ്പ നടത്തുന്നവർ അപ്പോൾ തന്നെ ഗ്രൂപ്പാവും. അത് ഒരു അപമാനകരമായ സംഭവമാണ്. അവർ പരിശോധന അവർക്ക് നല്ല വിജയമല്ലേ കിട്ടിയത്. ഇവിടെ കോൺഗ്രസിന്റെ കേരളത്തിലെ UDFന് നല്ല വിജയം കിട്ടി. രാഹുൽ ഗാന്ധി വീണ്ടും ജയിച്ചു. ആരുടെയിൽ ഇവർ ഈ അടികൂടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. അത് അവരുടെ ഒരു കൾച്ചറാണ്, അതല്ലാതെ വേറെ പറയാനില്ല. ഈ വയനാട് സീറ്റ് എന്തായാലും രാഹുൽ ഗാന്ധി ഒഴിയുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെന്നാൽ വീണ്ടും അനുരാജ അവിടെ മത്സരിക്കാൻ സാധ്യത? മത്സരിക്കണം, അതല്ലാതെ ഇപ്പോ മത്സരിച്ചതല്ലേ ഉള്ളൂ. അതുകൊണ്ട് അനുരാജയ്ക്ക് നല്ല വോട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ഭൂരിപക്ഷമായിരുന്നു. നല്ല ഭൂരിപക്ഷം വളരെ കൂടുതലായിരുന്നു രാഹുൽ ഗാന്ധിയുടെ. പക്ഷെ എന്നാലും അനുരാജ ഒരു കാൻഡിഡേറ്റ് എന്നുള്ള നിലയിൽ ഞങ്ങളുടെ ഏറ്റവും നല്ല ഒരു കാൻഡിഡേറ്റാണ്. അവർ ഇനിയും മത്സരിച്ച് കൂടാന്നില്ല. ഇപ്പോൾ എന്താണ് അതിൻ്റെ ഒരു കാലാവസ്ഥ, 6 മാസം ഉണ്ടല്ലോ. അവിടേക്ക് എന്തെങ്കിലും കാൻഡിഡേറ്റ് ആരാണ് കോൺഗ്രസിന്റെ കാൻഡിഡേറ്റ് എന്ന് അറിയണം, എന്നിട്ടേ ഞങ്ങൾ തീരുമാനിക്കും. ഈ തിരുവനന്തപുരത്ത് അവർ പരാജയ കാരണം വിലയിരുത്തുന്നത് എങ്ങനെയാണ്? തിരുവനന്തപുരത്ത് ഭരണ അല്ലെങ്കിൽ പിണറായി വിജയന്റെ ചില പ്രവൃത്തികളാണ് ഇതായിട്ട് വന്നത് എന്നൊരു വിലയിരുത്തലിലേക്ക് അതിനൊന്നും അർത്ഥമല്ല. അത് തിരുവനന്തപുരത്ത് വോട്ടെഴുത്തിന് അങ്ങനെ വില കുറച്ച് കാണാനില്ല. തിരുവനന്തപുരത്തെ വോട്ടെഴുത്തിന് ആർക്ക് വോട്ട് ചെയ്യണമെന്ന് അവർക്കറിയാം. അവർ പണ്ടേ അങ്ങനെയാണ്. അവർക്ക് വലിയ പോസ്റ്റ് ലെവലിലുള്ള ഹൈ പ്രൊഫൈലുള്ള ഒരു കാൻഡിഡേറ്റ് വേണം. പണ്ട് മുതലേ ഉള്ളതാണ്. തിരുവനന്തപുരത്ത് VK കൃഷ്ണമേനോന്റെ കാലം മുതലുള്ള ഒരു പ്രത്യേക സ്വഭാവ വോട്ടേഴ്സിനുണ്ട്. അവർക്ക് വലിയ ടോപ്പ് സ്റ്റാർ കിട്ടണം. അങ്ങനെയാണ് അവർ പലപ്പോഴും വോട്ട് ചെയ്തിട്ടുള്ളതും ജയിച്ചിട്ടുള്ളതും. ഈ ശശി തരൂരും അവരുടെ മുമ്പിൽ ഒരു വലിയ സ്റ്റാറാണ്. യമങ്കൊന്നായാലും തമ്മിൽ പോലും തോറ്റുപോയിട്ടു. ONV സാറ് തോറ്റുപോയിട്ടുണ്ട്. അപ്പോഴൊക്കെ ജയിച്ചത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം. അവരുമായിട്ട് യാതൊരു ബന്ധമില്ല. PK ജയിച്ചു. PK വാസുദേവൻ നായർ ജയിച്ചു. PKV ജയിച്ചു. കാലാവധി കഴിയുന്ന മുമ്പ് മരിച്ചു. ആ മരണ ഒഴിവിൽ പന്നിൻ രവീന്ദ്രനെ ഞങ്ങൾ സ്ഥാനാർത്ഥിയാക്കി. അയാൾക്കന്ന് കോൺഗ്രസിന്റെ DIC എന്ന് പറയുന്ന പാർട്ടിയുണ്ട്. കോൺഗ്രസ് കരുണാകരൻ വേറെ പാർട്ടി ഉണ്ടാക്കി. ആ പാർട്ടി മുഴുവൻ കോൺഗ്രസ്സുകാർ ഞങ്ങൾക്ക് വോട്ട് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ആ തവണ ജയിച്ചു. ഒന്ന് സിമ്പതി, 2 കരുണാകരൻ്റെ പിന്നിലൂടെ. തിരുവനന്തപുരത്ത് വോട്ടിംഗ് പാറ്റേൺ വളരെ വ്യത്യസ്തമാണ്. ഈ കരയും തീരവും 2 വലിയ സെറ്റ് വോട്ട് ബാങ്കാണ്. തീരം എന്ന് പറയുന്നത് വലിയൊരു വോട്ട് ബാങ്കാണ്. പെരുമാതുറ മുതൽ ഒഴിയൂർ വരെ ഞാൻ നിന്നപ്പോഴും ഞാൻ വെള്ളം കുടിച്ചതാണ്. അങ്ങോട്ട് ചെന്നാൽ അവർ എടുത്തുണ്ടെങ്കിൽ പോകും. അപ്പോൾ നമ്മുടെ ധാരണ രാത്രി നമുക്ക് വോട്ട് ചെയ്യുന്ന അവരോട്ടൊന്നും ചെയ്യില്ല. അടുത്ത ആളുകൾ അതിനെ എടുത്തുകൊണ്ട് പോകും. അവസാനം പള്ളിയിൽ പറയും
ആർക്ക് വോട്ട് ചെയ്യണം, അവർക്ക് വോട്ട് ചെയ്യും. അത് LMS ആയാലും ഈ കാത്തലിക്സ് ആയാലും നമ്മുടെ സൂസാപ്പാക്യം ഇതിൻ്റെ അന്നത്തെ ഞാൻ നിൽക്കുമ്പോൾ അദ്ദേഹമാണ് റസാല ഇപ്പോൾ കേസിൽ കിടക്കുന്ന എല്ലാ മുസ്ലിം റസാല അദ്ദേഹം ഒരു ബിഷപ്പാണ്. നെയ്യാറ്റിൻകര ജോസഫ് ഉണ്ട്, അദ്ദേഹവും ബിഷപ്പാണ്. ഈ 3 ബിഷപ്പുമാരുടെ കയ്യിലാണ് ഈ തീരം ഇരിക്കുന്നത്. അവിടെ പണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക് നല്ല സ്വാധീനം ഉണ്ടായിരുന്നു തീരങ്ങളിലെല്ലാം. ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ പാർട്ടിക്കെല്ലാം സ്വാധീനം കുറഞ്ഞു വരികയാണ്. 2 കരയാണ്. കര ഈ തിരുവനന്തപുരം എന്ന് പറയുന്നത് നിങ്ങൾക്കെല്ലാം അറിയാം. ഇപ്പോൾ കോട്ടയത്തുകാരനെ കരയ്ക്കറിയാൻ കവടിയാല്, ശാസ്തമംഗലം, കുറവക്കോണം, പേരുക്കട തുടങ്ങിയ ഈ സ്ഥലങ്ങൾ, നന്തൻകോട്, ഈ വാർഡുകളെല്ലാം ഇതൊരു വലിയ ബെൽറ്റാണ്. അവിടെ മുഴുവൻ ഉന്നതന്മാരായ സർക്കാർ ജീവനക്കാരും രാജവാഴ്ചയുടെ കാലത്തുണ്ടായിരുന്ന കുടുംബങ്ങൾ. അവർ വളരെ യാഥാസ്ഥിക കുടുംബങ്ങളുണ്ട്. പെരുന്താന്നി, കോട്ടയ്ക്കകം 2-3 സ്ട്രീറ്റ്, കരമന സ്ട്രീറ്റുണ്ട്. അവർ നമുക്ക് വോട്ട് ചെയ്യില്ല. ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാൻ വളരെ അപൂർവമാണ്. ഞങ്ങൾ പണ്ട് ഈശ്വരയുടെ നിർദ്ദേശിക്കുമ്പോൾ വോട്ട് ചെയ്തില്ല. അപ്പം ഈ വോട്ട് ബാങ്ക് വളരെ വ്യത്യസ്തമാണ്, ആർക്കും അസസ് ചെയ്യാൻ കഴിയുന്നതല്ല. ശശി തരൂരിന് നേരത്തെ തന്നെ അവർക്ക് ഒരു താല്പര്യമുള്ള ആളായിരുന്നു. അദ്ദേഹം പൗരനെന്നെല്ലാം പറഞ്ഞത്. അങ്ങനെ അല്ലാതെ ഞാൻ പറഞ്ഞിട്ട് ആളുകൾ ഇല്ല. അദ്ദേഹം ചെയ്ത കൃത്യങ്ങൾ എല്ലാവർക്കും അറിയുന്നതാണ്. എന്നിട്ട് പോലും വോട്ട് എനിക്ക് വോട്ട് കിട്ടിയതുമില്ല. അങ്ങനെയുള്ള ഒരു ഇതാണ്. ജാതിയുണ്ട്, സവർണരുടെ ഒരു ആധിപത്യമുണ്ട്, ഈ തീരദേശങ്ങളുടെ ചർച്ചസിൻ്റെ ഒരു പിടിയുണ്ട്. ഇങ്ങനെ പല ഘടകങ്ങളായി കിടക്കുന്ന ഒരു പൊളിറ്റിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസി അല്ല. കൊല്ലം പോലെ അല്ല, ആറ്റിങ്ങൽ പോലെയല്ല. ആറ്റിങ്ങലും കൊല്ലും എല്ലാം ഒരു ലെഫ്റ്റ് ഓറിയൻറ്റഡ് മണ്ഡലങ്ങളാണ്. ഇപ്പോൾ അത് പോയെങ്കിലും കൊല്ലം ഇപ്പോഴുണ്ട്. പ്രേമേന്ദ്രൻ ലെഫ്റ്റ് എന്ന് പറഞ്ഞാണ് അയാൾ വോട്ട് വാങ്ങുന്നത്. പക്ഷെ ആറ്റിങ്ങൽ ഇത്തവണ ഒരു ചെറിയ ഒരു ഇത് വന്നു. ജോയി ജയിക്കേണ്ടതാണ്, ജയിക്കുമെന്നാണ് ഞങ്ങളുടെ എല്ലാം കണക്കൂട്ടലായിരുന്നു. അങ്ങനത്തെ ചെറിയ ഒരു 1000-ൽ താഴെ വോട്ടിലാണ് 700 വോട്ടിലാണ് ഒരു പാർലമെന്റിലാണ് ജയിച്ചത്. അപ്പൊ ഇത് ടഫ് ഫൈറ്റാണ് ഞങ്ങൾ നടത്തിയത്. ഈ ഇതിനകത്ത് പറയുന്നത് ഈ അടിസ്ഥാന വിഭാഗങ്ങൾ, അതായത് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ഇടതുപക്ഷത്തിൽ അടിസ്ഥാന വിഭാഗങ്ങൾക്ക് അവർ വോട്ട് മാറി ചിന്തിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഈഴവ വിഭാഗം. ഇപ്പൊ കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശൻ തന്നെ ഇങ്ങനെ ഒരു വലിയ ഓപ്പൺ ആയിട്ടുള്ള വിമർശനം നടത്തി. ഈഴവ ജനതയ്ക്ക് വളരെ അനീതി ഈ സർക്കാർ നൽകുന്നു, അവർക്ക് വേണ്ട വിധത്തിലുള്ള പരിഗണന നൽകുന്നില്ല. മാത്രമല്ല മറ്റു ചില വിഭാഗങ്ങൾക്ക്, മതവിഭാഗങ്ങൾക്ക് നൽകുന്നു എന്നുള്ള പരാതിയും ഉയർത്തുന്നുണ്ട്. ആ ഒരു പരാതിയിൽ എന്തെങ്കിലും കഴിവുണ്ടോ? അദ്ദേഹം എന്ത് കോണ്ടെക്സ്റ്റിലാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഇതിന്റെ തെരഞ്ഞെടുപ്പിന്റെ ആണല്ലേ. ഞാനും അത് ചാനലിൽ അദ്ദേഹത്തിന്റെ ഒരു വർത്തമാനം കേട്ടു. പക്ഷേ അദ്ദേഹത്തെ പോലൊരാള് ഇതുപോലൊരു സമയത്ത് തികച്ചും രാഷ്ട്രീയമായ ഒരു കാര്യങ്ങളിൽ ഇങ്ങനെ ഒരു ഇടപെടലും ഒരു അഭിപ്രായം പറയാമോ എന്നുള്ളത് അദ്ദേഹം ആലോചിക്കേണ്ടതാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യരെന്ന ഗുരുദേവന്റെ സന്ദേശങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന കേരളത്തിൽ മുസ്ലിങ്ങളെന്നും ഈഴവരെന്നും നായരെന്നൊക്കെ പറയുന്ന ചിന്താഗതിയിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നത് ശരിയാണോ അല്ലേ എന്ന് രേഖപ്പെടുത്തുന്ന ആളുകൾ ആലോചിക്കേണ്ടതാണ്. അദ്ദേഹം ഒരു സമുദായത്തിന്റെ നേതാവല്ലേ? അപ്പൊ അദ്ദേഹത്തിന് സമുദായത്തിന്റെ നേതാവായി ഇട്ടല്ല നാരായണ ഗുരുദേവൻ. അല്ല, SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോൾ ശ്രീനാരായണ ധർമ്മ പരിപാലനമാണ്. അതാണ് SNDP. ശ്രീനാരായണ ഗുരുദേവൻ മുസ്ലിങ്ങൾക്കെതിരായിട്ട് പറയാനൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ മുസ്ലിങ്ങൾക്ക് അവഹിതമായിട്ടുള്ള ഒരുപാട് ഇത് കിട്ടുന്നെന്ന് ഇപ്പോഴും പെട്ടെന്ന് ആണ് ഇപ്പോൾ പറഞ്ഞത്. ഇതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹം നവോത്ഥാനത്തിൻ്റെ ചെയർമാനാണ്, അതിൻ്റെ പ്രസിഡന്റാണ്, അതിൻ്റെ ചെയർമാൻ പിണറായി വിജയനാണ്.
പിണറായി വിജയനോട് അദ്ദേഹത്തിന് നേരിട്ട് പറയാമായിരുന്നു ഏതെങ്കിലും കേസുണ്ടാക്കി. അദ്ദേഹത്തിന് അത്ര സ്വാതന്ത്ര്യമുണ്ട്. വെള്ളാപ്പള്ളി പറഞ്ഞാൽ പിണറായി വിജയൻ അനുസരിക്കുകയും ചെയ്യും. ഈഴവ സമുദായത്തെ അവഗണിച്ചു എന്ന് പറയുന്നത് പുതിയ കാര്യമല്ല. നൂറ്റാണ്ട് കാലങ്ങളായിട്ടുള്ള ഒരു അവഗണനയുടെ ഭാഗം ഇപ്പോഴും അങ്ങനെ തുടർന്നുണ്ടായിരിക്കാം. ആ അവഗണനയ്ക്കെതിരായിട്ടാണല്ലോ ശ്രീനാരായണ ഗുരു യുദ്ധം ചെയ്ത് വന്നത്. ആ അവഗണന ഇപ്പോഴും ചില ഭാഗങ്ങളിൽ ഉണ്ടായേക്കാം. പക്ഷെ അത് മറ്റേതെങ്കിലും ഒരു സമുദായ ജാതിയുടെ പുടലേ ചാരുന്നത് ഒരു നല്ല കാര്യമല്ല. അദ്ദേഹം ആ അഭിപ്രായങ്ങൾ എന്താണ് പറയുന്നത് എനിക്ക് അറിയില്ല. അദ്ദേഹം പറയുന്ന അഭിപ്രായങ്ങൾക്കൊന്നും മറുപടി പറയാനുള്ള ശക്തിയൊന്നും എനിക്കില്ല. ഈ നവോത്ഥാനത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഈ നവോത്ഥാനത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഷാഫി വടകര ജയിച്ചപ്പോൾ അവിടെ ഒരു മുസ്ലിം ലീഗ് നേതാവ് വനിതകൾ ഇതിനകത്ത് പങ്കെടുക്കരുത്, ആഘോഷത്തിൽ പങ്കെടുക്കരുത് എന്നൊക്കെ പറഞ്ഞു. അതിന്റെ ഇടതുപക്ഷത്തിൽ നിന്ന് യാതൊരു പ്രതികരണം ഉണ്ടായില്ല. എന്തുകൊണ്ടാണ്? ഇല്ല, അത് വനിതകൾ നിയന്ത്രണം വിട്ട് പ്രകടനത്തിൽ പങ്കെടുക്കരുത്. അങ്ങനെയല്ല, മതം പറയുന്നത് അനുസരിക്കുക, മതം പറയുന്നത് പോലെ അനുസരിക്കുക, അവർ പങ്കെടുക്കരുത്. അനുവദിച്ചത് മതം അനുസരിച്ച് നീങ്ങാവൂ എന്നൊരു രാഷ്ട്രീയ പാർട്ടി പറയുകയാണ്. പക്ഷെ അത് ഇടതുപക്ഷത്തിൽ രാഷ്ട്രീയ പാർട്ടിയൊന്നുമല്ല, അത് ഏതാവിടെയുള്ള മുസ്ലിം ലീഗിന്റെ ഒരു ജില്ലാ കൗൺസിലർ. എങ്കിലും ഒരിടത്തുനിന്നും പ്രതികരണം വന്നില്ലല്ലോ. അതിന് നവോത്ഥാനത്തിന്റെ ഇത് നടക്കുന്നവർ അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രയോക്താക്കളായിരിക്കുന്നവർ അതിനെ എതിർക്കണ്ടേ? അങ്ങനെ ഒരു ചെറിയ ഇതിലൊക്കെ നവോത്ഥാനത്തിൽ മുസ്ലിം ലീഗൊന്നുമില്ല. മുസ്ലിം ലീഗില്ല, മുസ്ലിം ലീഗുണ്ട്. മുസ്ലിം ലീഗ് ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള നിലയിൽ നവോത്ഥാനത്തിൽ അവർ UDFന്റെ ഭാഗമാണ്. നവോത്ഥാനത്തിൽ ഞങ്ങൾ അവരെ വിളിച്ചിട്ടുമില്ല. UDFിൽ നിൽക്കുന്നവരെ വിളിക്കേണ്ട കാര്യമില്ല. നവോത്ഥാനമുള്ള പിള്ളി നടേശനും പിന്നെ നമ്മുടെ വേറെ ഒന്ന് രണ്ട് ആളുകൾ, അതിലൊരാൾ രാജിവെച്ചു പോയി. പുന്നല ശ്രീകുമാർ അയാൾ രാജിവെച്ചു പോയി. അപ്പൊ നവോത്ഥാനം അതല്ല, അതൊരു കമ്മിറ്റി ഉണ്ടാക്കി കമ്മിറ്റി രാജിവെച്ചു പോയെന്നുള്ള അല്ലാതെ വേറെ നവോത്ഥാനം ആരും പ്രത്യേകിച്ച് ഉണ്ടാക്കണ്ട. അതിവിടെ ഉണ്ട്, ജനങ്ങൾ അതിന് തയ്യാറാണ്. അതിന് കുറച്ച് കമ്മിറ്റികൾ കൂടി നേരിട്ട് കാര്യമില്ല. പിന്നെ ഇതൊക്കെ ചിലപ്പോൾ ചില കേരളമല്ലേ തൊട്ടതിനും പിടിക്കുന്നതിനെല്ലാം പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഇങ്ങനെ വരും. അതിലെല്ലാത്തിനും മറുപടി പറയാൻ കാത്തിരുന്നാൽ പിന്നെ അതിന് സമയം വരും. പിണറായിയുടെ ഒരു ലൈൻ ശരിയാണ്, ഞാൻ അതിനെ പിന്തുണയ്ക്കുകയാണ്. കാരണം എല്ലാത്തിനും മറുപടി പറയണമെന്ന് പറഞ്ഞാൽ പിന്നെ വേറെ പണിയൊന്നുമില്ലേ. ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ മറുപടി പറയണം എല്ലാത്തിനും. ആ ഒരു ശൈലിയാണ് അദ്ദേഹത്തിന് തോന്നുമെങ്കിൽ മറുപടി പറയും, അല്ലെങ്കിൽ പറയില്ല. അത് നല്ല ഉറച്ച നിലപാടാണ്. അദ്ദേഹത്തിനോടും ഈ ഇതേപോലുള്ള ആരോപണം ഉയരുന്നുണ്ട്. അദ്ദേഹം സെലക്റ്റീവ് ആകുന്നു, ചിലവർക്ക് മാത്രം മറുപടി. ഒരാളും അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് ഇതുവരെ പറഞ്ഞിട്ടില്ല. അതാണ് ഇവിടെ ഇതെല്ലാം പത്രങ്ങളിൽ ചാനലിൽ പറയണല്ലാതെ പിണറായി വിജയനുമായിട്ട് നേരിട്ട് സംഭാഷണം നടത്തി മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങൾ പറയുന്നത് തെറ്റാണ്, അതിവിടെ നടക്കില്ല എന്ന് പറയാൻ ആരെങ്കിലും വേണ്ടേ? ധൈര്യക്കുറവാണോ? ധൈര്യക്കുറവെന്ന് എനിക്കറിയില്ല. എനിക്ക് ധൈര്യക്കുറവില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് അദ്ദേഹം സ്നേഹപൂർവ്വം അത് അനുസരിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ പറയുന്ന കഴിഞ്ഞ ബിഷപ്പിനോട് വിവരദോഷി എന്നാണല്ലോ അദ്ദേഹം പ്രതികരിച്ചത്. അദ്ദേഹത്തിന് വിവരദോഷി എന്ന് പറഞ്ഞില്ല, ബിഷപ്പുമാരുടെ ഇടയിൽ ചില വിവരദോഷികളുണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പറഞ്ഞല്ല. അദ്ദേഹത്തിന് പറഞ്ഞതാണെന്ന് നിങ്ങൾ എല്ലാവരും കൂടി പറയും. അതല്ല ഞാൻ പറയുന്നതല്ല, അദ്ദേഹം എഴുതിയതിനെ കോട്ട് ചെയ്തിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, അവരെയാണ് പറഞ്ഞത്. ഇല്ല, അതിൽ കുറച്ച് വിവരദോഷികളുണ്ടാവും, എല്ലായിടത്തും കാണുമല്ലോ. അത് പറയുന്നുള്ളത് അത് അദ്ദേഹം പോലും മറുപടി പറയാറില്ല. ആ ബിഷപ്പ് പോലും മിണ്ടുന്നില്ലല്ല. ബിഷപ്പ് ഭയമുണ്ടോ? ബിഷപ്പ് ഇവരുടെ സ്വന്തം ആളല്ലേ. ഭയമാണോ? ഭയം എന്തിനാ ഭയക്കുന്നത്? ജനാധിപത്യത്തിൽ എന്തിനാ ഭയക്കുന്നത്? നരേന്ദ്രമോദി ആരെങ്കിലും ഭയമുണ്ടോ? ആർക്കും ഭയമൊന്നുമില്ല. ഇവിടെ പിണറായി വിജയനെ ഭയക്കേണ്ട കാര്യം എന്താ? അദ്ദേഹം ഒരു MLA, വലിയ പാർട്ടിയുടെ മുഖ്യമന്ത്രിയായി. അദ്ദേഹം കൈയും കാലമൊക്കെ ഉള്ള മനുഷ്യനാണ്. പിന്നെ നേരം വെളുത്താൽ ഇരുട്ടുന്നത് വരെ കിട്ടുന്നവരെല്ലാം പിണറായി വിജയനാണ് ഇവിടുത്തെ കുഴപ്പം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ എന്ത് നിഷേധാത്മകമായ സമീപനമാണ്, എന്ത് നെഗറ്റീവായിട്ടുള്ള സമീപനമാണ്. അദ്ദേഹത്തിന് വേണ്ടി പറയാൻ ആരും ഇല്ലാതിരിക്കുക, അദ്ദേഹത്തിന് എല്ലാവരും കൂടി വലിച്ച് കീറി എറിയുക. എൻ്റെ ഇവിടെ ആരാ ഉള്ളത്?
ഇവിടെ ആരാ ഉള്ളത്? നട്ടലോടുകൂടി ഏത് പ്രതിസന്ധിയും നേരിടാനുള്ള അതെല്ലാം നേരിട്ട് ജനങ്ങളെ സഹായിച്ച ഒരാളല്ലേ. എന്തെല്ലാം പ്രതിസന്ധികൾ ഇവിടെ വന്ന കേരളം മുങ്ങിപ്പോകുന്ന വിചാരിച്ചപ്പോഴും അദ്ദേഹം മണ്ടിയിലല്ല. അതെല്ലാം നേരിട്ട് വന്ന കരുത്തനായ ഏത് പ്രതിസന്ധിയെ നേരിടാൻ കഴിയുന്ന ഒരാളാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് ചില വീഴ്ചകളുണ്ടാകാം, അത് മനുഷ്യസഹജമാണ്. അതങ്ങനെ കാണണം. അല്ലാതെ എല്ലാ കുഴപ്പവും അത് ഈ പ്രതിപക്ഷം UDF നിയമസഭ കൂടിയ ഉടനെ വേറെ ഒന്നുമില്ല, ഇവരെന്തെല്ലാം ഇവിടെ കൊണ്ടുവന്നത്. ഞാൻ അവരോട് പലരോടും പറഞ്ഞു, നിങ്ങളിത് കോടതിയുണ്ട്, നിങ്ങൾ കോടതി പോയി ഇതിനൊക്കെ ഒരു ന്യായമായ പരിഹാരം കാണുക. കോടതി പോയ നിയമസഭയിൽ വെടിപൊട്ടിക്കുക, പത്രങ്ങളിൽ വാർത്തകാരുടെ തീർന്ന്. അപ്പൊ എത്ര ആരോപണമായി. പക്ഷെ ജനങ്ങൾ വളരെ എന്താ പറയാ, ഒത്തിരി ആരോപണങ്ങൾ അദ്ദേഹത്തിനും കുടുംബത്തിനും എതിരെ വന്നിട്ടും വേണ്ടത്ര രീതിയിലുള്ള ഒരു പരിഗണന കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ പാർട്ടി അതിന് തിരുത്തിയില്ല, ഇടപെട്ടില്ല എന്നൊക്കെയുള്ള ആരോപണമാണുള്ളത്. അതിലും CPIയുടെ നേതാക്കൾ അല്ലെങ്കിൽ ജില്ലയിലൊക്കെ വലിയ വിമർശനമുണ്ടായി. കാരണം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഓരോ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഓരോ ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലാതായി പോകുന്നതാണ് CPIയുടെ തന്നെ അംഗങ്ങൾ പറയുന്നത്. അല്ല, CPIയുടെ അല്ല, CPMന്റെ അംഗങ്ങൾ പറയുന്നുണ്ട്. അതിനൊക്കെ പരിഹാരം കാണണം, പരിഹാരം കണ്ടുപോകും. ഇനി അടുത്ത എഴുതാൻ പറയല്ലേ, എല്ലാത്തിനും പരിഹാരം. 2 മാസം എല്ലാം ക്ലിയറായി. പിണറായി വിജയനെ പോലൊരു മുഖ്യമന്ത്രി ഇല്ലാതെ അവർ പറയുന്നു. അതൊക്കെ ഞങ്ങൾക്കറിയാം. അപ്പൊ ഒരു തിരുത്തലുണ്ടാവും എന്ന് പറയുന്നത് എന്തോ തിരുത്താനാണ്. എന്തെങ്കിലും തിരുത്താൻ കോടതിയൊന്നുമല്ല, സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ജഡ്ജിമെന്റ് ഉണ്ടോ, ഗവൺമെന്റിനെതിരായിട്ടുള്ള ജഡ്ജിമെന്റ് വന്നിട്ടുണ്ടോ, വേറെ വല്ല കാര്യങ്ങളും ഉണ്ടോ? ആരോപണങ്ങളിപ്പോൾ താങ്കൾ ഇവിടെ വന്നിട്ട് പോയി, അപ്പോൾ ഇവിടെ ആരെങ്കിലും വിളിച്ചു നിന്നിട്ട് അടുത്ത പത്രത്തിൽ എഴുതുകയാണ്, ഇങ്ങനെ ഒരു ചാനൽ ഇവിടെ വന്ന് കോട്ടയത്തുകാരനാണ്, അദ്ദേഹം കൊണ്ടുവന്നൊരു 10 ലക്ഷം രൂപ കൊടുത്തിട്ട് പോയതിന് ശേഷമാണ് ഇതൊക്കെ പറഞ്ഞത് എന്ന് പറഞ്ഞ് ഞാനെന്ത് ചെയ്യും? ഇതിങ്ങനെയാ നാഥനില്ലാത്ത അനാഥമായിട്ടുള്ള ആരോപണങ്ങളെ കൊണ്ട് നടന്നാലോ? ഞാനും ആരോപണങ്ങളൊക്കെ നിയമസഭയിൽ, ഞാൻ ദീർഘനാൾ നിയമസഭയിലുണ്ടായിരുന്നല്ലോ. ഞാൻ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്, ആരോപണങ്ങൾ കേട്ടിട്ടുണ്ട്. ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് സബ്സ്റ്റാൻഷ്യലായിട്ട് അത് പ്രൂവ് ചെയ്യാൻ കഴിയണം. ഇല്ലെങ്കിൽ ആരോപണത്തിനിപ്പോൾ ഇപ്പം പ്രതിപക്ഷം കിടന്ന് പറഞ്ഞിട്ട് ആരും മര്യാദ പത്രങ്ങളൊന്നും വാങ്ങിയിട്ട് ആർക്കും ഒരു പ്രതികരണം ഇല്ലാതെ ഇതേപോലെ ചുമ്മാ ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ഈ അവസാനമായിട്ട് ഇന്നത്തെ സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം, കേരള കോൺഗ്രസിന് അവരുടെ സീറ്റ് വിട്ടുകൊടുത്തിരിക്കുന്നു. ഈ ഒരു തീരുമാനം പാർട്ടിയെ സംബന്ധിച്ച് ശരിയാണോ? ഇടതുപക്ഷത്തിന്റെ ഞങ്ങളുടെ പാർട്ടിക്ക് സീറ്റ് കിട്ടണമെന്നുണ്ടായിരുന്നു, അത് ഞങ്ങൾ വാങ്ങിച്ചു. ഇടതുപക്ഷം ഞങ്ങളുടെ മാത്രം ബാധ്യത അല്ലല്ലോ, CPMനും ബാധ്യതയുണ്ടല്ലോ. ഇടതുപക്ഷം CPMനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാണ്, അവരെ അഭിനന്ദിക്കുകയാണ്. കാരണം സീറ്റിൻ്റെ കാര്യത്തിൽ ഒരു ഘടക പാർട്ടി LDF പോകാൻ പാടില്ല, അതിൽ വലിയ ത്യാഗമാണ് CPM ഇപ്പോൾ ചെയ്തത്. അവരെ സീറ്റേ കൊടുത്തു, നിങ്ങളുടെ കൂട്ടാണ്. അതല്ലെങ്കിൽ ഈ ജോസ് കെ മാണി പോവില്ലെന്നൊക്കെ പറയുമെങ്കിലും നമുക്ക് പണ്ടേ മാണി സാറിനെ മുതൽ എനിക്കറിയാം, പോവില്ല എന്നൊക്കെ പറയുമെങ്കിലും ഒറ്റ രാത്രി വിട്ടുപോയി. അപ്പം അതുകൊണ്ട് LDF കൂടുതൽ ശക്തമായി നിൽക്കുക, അതിൽ വിള്ളലുകൾ ഉണ്ടാവാനുള്ള വഴിയുണ്ടെങ്കിൽ അത് അടയ്ക്കുക. ആ അടയ്ക്കുന്നതിൽ ലയൺ ഷെയർ എടുക്കേണ്ടത് CPM ആണ്. അവരാണ് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി, കേരളം ഭരിക്കുന്ന പാർട്ടി. വകുപ്പുകളെല്ലാം അവരുടേതാണ്, മുഖ്യമന്ത്രി അവരാണ്, സ്പീക്കർ അവരാണ്, LDF കൺവീനർ അവരാണ്. അങ്ങനെയുള്ളവർക്ക് രാഷ്ട്രീയ ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം അവർക്ക് തോന്നിയപ്പോൾ ആ സീറ്റ് അവർ വിട്ടുകൊടുക്കും. അണികൾക്ക് അതിനകത്തൊരു പിണക്കം തോന്നുന്നു. അണികൾക്ക് അതിനകത്തൊരു പിണക്കം തോന്നുന്നു CPMന്റെ. അണികൾക്ക് അങ്ങനെ തോന്നിയാലെന്താണ്? അനർഹമായ ഇത് കൊടുത്തു എന്നുള്ള ഒരു ഫീലിംഗ് വരില്ല. അത് അവരുടെ അണികളെ കുറിച്ചൊന്നും ആർക്കും വിലയിരുത്താൻ പറ്റില്ല. ഈ പരാജയമൊക്കെ എങ്ങനെ വന്നത്? ഏറ്റവും ശക്തമായ സ്വാധീനമുള്ളൊരു പാർട്ടിയല്ലേ അവര് കേരളത്തിൽ. എന്നിട്ട് ഇങ്ങനെ ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഇങ്ങനെ ഒരു റിസൾട്ട് വന്നപ്പോൾ അവരാലോചിക്കുന്നത്, അതാണ് അവരുടെ പോളിറ്റ് ബ്യൂറോ പറയുന്നത്, അണികളെ പറ്റി ആലോചിക്കണം എന്നാണ്. അവരെന്താ അങ്ങനെ ചെയ്യണത്? ആരെങ്കിലും ഒന്ന് പറയെങ്കിലും വേണ്ടേ? ഇന്ന മണ്ഡലങ്ങൾ തോക്കാൻ പോവുകയാണ്.
അത് ഈ ഇതെല്ലാം അറിയുന്ന ആളുകൾ എന്തുകൊണ്ട് പറഞ്ഞില്ല? പറഞ്ഞാലേ നേതാക്കന്മാർക്ക് അതിൽ ഇടപെടാൻ പറ്റും. അണികൾ വഴി തെറ്റിക്കുന്നതാണോ? അണികൾ അവർ ചെയ്യേണ്ട ജോലികൾ ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് നേതാക്കന്മാർ പരിശോധിക്കണം. അണികളെല്ലാം ചെയ്ത് ഭദ്രമായിരിക്കണം എന്ന് പറഞ്ഞ് നേതാക്കന്മാർ പോയി കിടന്നുറങ്ങിയാൽ കുഴപ്പമുണ്ടാകും. അപ്പം നേതാവും അനുയായികളും ഒരേ ലൈനിൽ യാത്ര ചെയ്യണം. നേതാവ് വേറെ വഴി, അനുയായികൾ വേറെ വഴിയും പറ്റില്ല. അതാണ് രാഷ്ട്രീയമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്യേണ്ടത്. അണികളോടൊപ്പം യാത്ര ചെയ്യണം. അണികൾ നേതാക്കന്മാരോടൊപ്പം യാത്ര ചെയ്യണം. ഈ സൈബർ ഇടത്തില് അണികൾ വലിയ രീതിയിൽ ചീത്തവാക്കുകൾ ഉപയോഗിക്കുന്നു. പാർട്ടിയുടെ വേറൊരു സൈബർ ഗുണ്ടകളെന്നാണ് ഇങ്ങനെയുള്ളവർ അറിയപ്പെടുന്നത്. ആ ഒരു നയം ശരിയാണ്, അവരും തിരുത്തേണ്ടത്. അത് ഈ കാലഘട്ടത്തിനൊരു പ്രതിഭാസമാണ് ഈ സോഷ്യൽ മീഡിയ. ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് ആർക്കൂടെ എനിക്കിപ്പോഴും സോഷ്യൽ മീഡിയ ഒന്നുമില്ല, എനിക്ക് യാതൊരു കാര്യമില്ല, ഞാൻ ഒന്നിനും നോക്കുകയില്ല. അപ്പോൾ ഈ പുതിയ ജനറേഷൻ ഇപ്പോൾ അവർ പല താല്പര്യങ്ങളിൽ ഇത് ഉപയോഗിക്കേണ്ട, അത് ഫീഡ് ചെയ്യുന്ന ആളുകളുണ്ട്, ഫിനാൻസ് ചെയ്യുന്ന ആളുകളുണ്ട്, ഇതൊക്കെയാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ ഈ കുറേ പണമുള്ള ആളുകളുണ്ടല്ലോ, കമ്പനികളും ചില വ്യവസായ കുടുംബന്മാർ, അവരുടെ ഒരു പ്രധാനപ്പെട്ട ഹോബി ഈ സോഷ്യൽ മീഡിയയെ പിടിച്ച് പണം കൊടുത്ത് അവരെ കൊണ്ട് അനാവശ്യങ്ങളൊക്കെ പറയിപ്പിക്കണം. അതൊക്കെ ഗവൺമെൻറ് അതിന് നല്ല തക്ക മിഷണറി വെച്ച് പിടിക്കണം. വളരെ അപകടകരമായ രീതിയിലാണ് പല സോഷ്യൽ മീഡിയയിലെ വാർത്തകൾ പുറത്തു വരുന്നത്. എല്ലാ വാർത്തയ്ക്കും ഉറവിടം ഉണ്ടല്ലോ, ആരെങ്കിലും ഇത് പറയാതെ ഒന്നും വരില്ലല്ലോ. അപ്പോൾ അതെന്താ ഇവിടെ സൈബർ സെല്ലൊക്കെ ഉണ്ട്. എന്താണ് കേരളത്തിലെ പോലീസിൻ്റെ സൈബർ സെല്ല് ചെയ്യണമെന്ന് എനിക്ക് തരുന്നത്? അവർ ഉറക്കാണെന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഈ നേതാക്കന്മാരെ കുറിച്ചും അവരുടെ കുടുംബത്തെ കുറിച്ചും, നേതാക്കന്മാരുടെ സ്ത്രീകളാണെങ്കിൽ അവരെ കുറിച്ച് ഒക്കെ പറയുന്ന കേട്ടവരെന്നോട് പറയുന്നത് ഒരു സംസ്കാരശൂന്യമായ ഒരു ക്യാമ്പയിൻ, വിരോധമുള്ളവർക്ക്, തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവർക്കെതിരെ കഥകൾ ഉണ്ടാക്കി പ്രചരിപ്പിക്കുക. ആ പ്രകടനത്തിൽ വീട് പോകുന്നവർ കാണും ചിലപ്പോൾ. എനിക്കതൊന്നും പ്രശ്നമില്ല, കാരണം ഞാൻ പലതും മതിയാക്കി നിൽക്കുന്നവരാണ്.